ഇതൊരു ഹുണ്ടായി ഐ10 ആണ്. നമ്മൾ ഓട്ടിച്ച് നോക്കിയപ്പോഴത്തേക്കും ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു നോയ്സ് ഉണ്ട്. നമുക്ക് ഈ വീലൊന്ന് ഇളക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇതിൻ്റെ ബ്രേക്ക് പേഡ് തീർന്നിട്ടുണ്ട്. ബ്രേക്ക് പേഡ് തീർന്ന് റോട്ടറിലോട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക് പേഡ് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഈ ബ്രേക്ക് പേഡ് മെറ്റിലും പിടിച്ചാണ് ആ റോട്ടർ കട്ടായി പോയത്. നമുക്ക് ഫ്രണ്ട് 2 റോട്ടർ ഇളക്കി പോളിഷ് ചെയ്ത് ബ്രേക്ക് പേഡ് മാറണം. നമ്മളിപ്പോൾ 2 റോട്ടറും പോളിഷ് കൊണ്ട് വന്നിട്ടുണ്ട്. ബ്രേക്ക് പേഡ് പുതിയതാണ്, TVSൻ്റെ ആണ് വാങ്ങിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ ഈ ഒരു ബുള്ളർ ഉപയോഗിച്ചാണ് ഈ കാലിബറിൻ്റെ പിസ്റ്റനകത്തോട്ട് ടൈറ്റ് ചെയ്ത് കയറ്റിയിട്ടുള്ളത്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡിൽ കാലിബറിൻ്റെ ഈ ഒരു പിന്ന് ടൈറ്റ് ആയതുകൊണ്ട് ഈ ഒരു സൈഡിലെ ബ്രേക്ക് പേഡ് മാത്രമാണ് തേഞ്ഞ് തീർന്നത്. നമ്മളിപ്പോൾ ഈ ഒരു കാലിബറിൻ്റെ പിന്നിളക്കി ക്ലീൻ ചെയ്ത് ഗ്രീസൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഫ്രീ ആയിരിക്കണം പിന്നെ. കണ്ടില്ല, ഈ ഒരു ബ്രേക്ക് പേഡ് മാത്രമാണ് തേഞ്ഞ് തീർന്നത്. നമ്മളിപ്പോൾ 2 സൈഡും കാലിബർ പിന്നിളക്കി ക്ലീൻ ചെയ്ത് റോട്ടർ ഫിറ്റ് ചെയ്ത് ബ്രേക്ക് പേഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ കിലോമീറ്റർ ബേസിൽ വണ്ടി സർവീസിന് ഏറ്റുന്ന സമയത്ത് ഈ ഒരു 4 വീൽ ഇളക്കി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്കിതുപോലൊരു അവസ്ഥ ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ വണ്ടിയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്.